അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. പെരുന്നാൾ നിസ്കാര 2 റക്കാത്തായിട്ടിക്കിട് ഫസ്റ്റ് ഗനങ്ങ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്ർ ഉസല്ലി സുന്നത്ത ഈദുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ നിസ്കാര 2 റക്കാത്താണ് അല്ലാഹു തആല കൊണ്ട് കിബിലാട്ട് ഇമാം റൊട്ടിയ നിസ്കരിക്കാൻ. അത് പെണ്ണിങ്ങൾക്കും സുന്നത്തുണ്ട്, ആണിങ്ങൾക്കും സുന്നത്തുണ്ട്. പെണ്ണിങ്ങ ചിലപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ആവില്ലെങ്കിൽ സിംഗിളായിട്ട് നിസ്കരിക്കാം. കൈകെട്ടിയപ്പോൾ വജ്ജത്ത് ഓതിയൽ പിന്നെ 7 തക്ബീർ ചൊല്ലണം. തക്ബീർ നടുവിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചൊല്ലി. അതേപോലെ ഫാത്തിഹ ഓതിയിട്ട് പിന്നെ സബ്ബീസ്മ സൂറത്ത് ഓതുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിരിഞ്ഞില്ലെങ്കിൽ തെര സൂറത്ത് ഏതെങ്കിലും ഓതിയെങ്കിൽ ഇറ്റ്. രണ്ടാമത്തെ റക്കാത്തിൽ എണിച്ചപ്പമേ എണിക്കുമ്പോൾ തക്ബീർ ചൊല്ലിട്ട് അല്ലാണ്ട് 5 തക്ബീർ ചൊല്ലണം. തക്ബീർ നടുവിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലണം. എന്നിട്ട് അല്ലാഹ് താക്ക സൂറത്ത് അല്ലെങ്കിൽ വേറെ ഏതും തെര സൂറത്തിനങ്ങ് ഓതുരെ പിന്നെ സലാം വിട്ടേ. പിന്നെ തക്ബീർ മറന്നു പോയെങ്കിൽ ഒന്നാമത്തെ റക്ക തക്ബീർ മറന്നു പോയി രണ്ടാമത്തെ റക്കത്തിൽ കൊമ്പറുകില്ല, സുജൂദാക്കുകയും ഇല്ല, സഹുര സുജൂദും ഇല്ല, നിസ്കാരക്ക് തൊന്തരവില്ല, ബാത്തിലാവില്ല. അപ്പോൾ സിംഗിളായിട്ട് ജമാഅത്തായിട്ട് സൗകര്യം ആവാത്തങ്ക ആളും ഇല്ലെങ്കിൽ പെണ്ണിങ്ങളാവുമ്പോൾ ഔത്തിലല്ല അങ്ങ് സിംഗിളായിട്ട് നിസ്കരിക്കുക. അതിൻ്റെ ടൈമു ഇപ്പോൾ സാധാരണ സൂര്യ 6:35 അത് ഉദിക്കരുത്. അപ്പോൾ 6:55 ആവുമ്പോൾ എന്താക്കാം നാളത്തെ ടൈം നോക്കിയെങ്കിൽ നമുക്ക് അപ്പോൾ ആ ഒരു അന്താജ് ടൈമിൽ നമുക്ക് നിസ്കാരത്തെ ടൈം സ്റ്റാർട്ട് ആവും. അത് ഉച്ചത്തോളം അത്ര ടൈമുണ്ട്. അപ്പം നല്ല ഒരു 7:30 ಗಂಟೆಗೆ അല്ലെങ്കിൽ 9 ಗಂಟೆಗೆಲ್ಲ ലുഹ നിസ്കരിക്കുന്ന ടൈം ഒരു 7-8 ಗಂಟೆಗೆ ടൈമിലുള്ള നല്ല ടൈം അതൊക്കെ നിസ്കരിക്കരുത്. ആ ടൈമിൽ നിസ്കരിക്കണം. അതേപോലെ തക്ബീർ പെരുന്നാളുടെ മഗ്രിബായപ്പമേ തക്ബീർ ചൊല്ലുക സുന്നത്തുണ്ട്. മഗ്രിബിൽ പിന്നെ ഫുള്ള് ഔത്തുലാങ്കും പല്ലിലാങ്കും എല്ലാ തക്ബീറെല്ലാം ചൊല്ലുക, തക്ബീർ കൊണ്ടിട്ട് ധന്യമാക്കുക. അത് സുന്നത്തായ കാര്യമായിട്ട് ഇക്കിട്. പിന്നെ ഗൾഫിലായിട്ട് ഇക്കിട് അറിയാതെ ഇതെല്ലാം കൊടുക്കൂരെ, അങ്ങനെ ഫിത്ർ അരി കൊടുക്കൂരെ, അവിടെമേ അവിടുത്തെ മിസ്കീന് അങ്ങെന്താ നോക്കിയിട്ട് അവിടെമേ കൊടുക്കണം. അവിടെ ഇല്ലെങ്കിൽ മാത്രമായിട്ട് ഇക്കിറങ്ങ് അങ്ങ് വേറെ അവിടെ ചിലപ്പോൾ റായത്തങ്ങല്ല പാവത്തങ്ങല്ല ഇക്കുവാറല്ലേ, കടായിട്ടും കുറേ കഷ്ടത്തിലുള്ള ഉള്ള ഇക്കുവാറല്ലേ, അങ്ങനത്തെങ്കെല്ലാം കൊടുക്കുക അവിടെ ഗൾഫിൽ. പിന്നെ അവിടെ അങ്ങനത്തെ ഇല്ലാണ്ടായെങ്കിൽ മാത്രം എനിക്ക് എന്താക്കുക റായത്ത് മാത്രം ഏൽപ്പിക്കുക. പിന്നെ ആൾ എവിടെ ഇക്കറ് അവിടെ കൊടുക്കണം. പെണ്ണിಗೆ മങ്ങിലായിട്ട് പെണ്ണ് എവിടെ ഇക്കറി അവിടെ ആയിട്ട് ഇക്കറ് അവള് എന്തിനു കൊടുക്കണം, അങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആണ് ഒരു വ്യക്തി എവിടെ ഇക്കറി പെരുന്നാളുണ്ട് ആ ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ടൈമിൽ എവിടെ ഇക്കറി അവിടെ ആയിട്ട് ഇക്കറി ഫിത്ർ സക്കാത്ത് കൊടുക്കറേണ്ട്, അർഹപ്പെട്ട ആൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരാൾ റായത്ത് ഗൾഫിൽ പറഞ്ഞാൽ 3 കൊല്ലം നോമ്പായിട്ട് റായത്ത് വന്നിട്ട് ആകുമ്പോൾ 31ാമത്തെ നാൾ നോമ്പിൻ്റെ അന്ന് 39 നോമ്പ് റായത്തിൽ എങ്ങനെ ഉണ്ട് അങ്ങനെ നോമ്പ് പിടിക്കണം. ഇനി അവിടെ ഗൾഫിൽ പറഞ്ഞാൽ വേഗ വന്നിട്ട് ഇവിടെ 20 കഴിഞ്ഞിട്ട് 30ാമത്തെ നാളിലെ എന്തിട്ട് അതിലേക്ക് ഒരു ഇത് പെരുന്നാളെങ്കിൽ ഊർത്ത പെരുന്നാളിൻ്റെ കൂടണം. അപ്പോൾ അങ്ങ് എവിടെ പോയിട്ടാറ് അവിടുത്തെ സിറ്റുവേഷനിലേ പോകണം. പെരുന്നാളെങ്കിൽ പെരുന്നാൾ, നോമ്പാങ്കിൽ നോമ്പ്. ಹಂಗೆ ഒരു നോമ്പ് കൊറോടി ಹಂಗೆ 29 നോമ്പ് കിട്ടിയെങ്കിൽ ತೊಂದರೆಯಿಲ್ಲ. 28 നോമ്പ് മാറ്റി കിട്ടിയെങ്കിൽ ഒരു നോമ്പ് കള്ളാ വിട്ടണം. 31 നോമ്പ് കിട്ടിയെങ്കിൽ അതായത് ഒരു എക്സ്ട്രാ ഒന്ന് കിട്ടിയിട്ട് ചാൻസ് ഉള്ള അത്രമേ. അള്ളാഹു ഈ ചെന്നതും കേട്ടത് സ്വലിഹാറാമല സ്വീകരിക്കുന്ന. പിന്നൊരു വിഷയം ചെന്നെങ്കിൽ പെരുന്നാൾക്ക് ഫുഡ് എന്തെങ്കിലും ബാത്തിൽ തിന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ നടന്നിട്ട് പോയെങ്കിൽ നല്ലേണ്ട് പോകേണ്ട ദൂരത്തെ തെരു നല്ലേണ്ട് അതെല്ലാം കൂലി കിട്ടും. നടന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ കൂലി കിട്ടും. പോകുമ്പോൾ പിന്നെ പെരുന്നാൾ ഇപ്പം ചില പെരുന്നാളാകും കുലിക്കുമ്പോൾ ആണിങ്ങാങ്കും പെണ്ണിങ്ങാങ്കും എല്ലാവരും നിയത്തി വെക്കണം. ചെറിയ പെരുന്നാൾ സുന്നത്തായ കുലിക്കലാണ്ട് അണ്ട് പുതിയ ഡ്രസ്സ് ഇട്ടതും സെൻറ്റ് ഇട്ടതും വേഗം പോകേണ്ടതും പള്ളിക്ക് ഇതെല്ലാം വലിയൊരു ശ്രേഷ്ഠമായ സുന്നത്തായ നല്ല ഒരു കാര്യമായിട്ട് കയറി. അള്ളാഹു ഞങ്ങളെ എല്ലാ ഹലാലാവുദ്ദെ സ്വീകരിക്കുന്ന റഹ്മാനെ, എല്ലാ കാര്യത്തിലും ഖൈറും ബർക്കത്തും ഇസ്സത്തും നൽകുന്ന റഹ്മാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.